ശങ്കുട്ടി ദാസ് മറുപടി നൽകാം. ഇപ്പോൾ ആർഷ പറഞ്ഞ കാര്യങ്ങളുണ്ടല്ലോ, കേന്ദ്രം അനുമതി നൽകിയിട്ടുണ്ടെന്ന് പറയുമ്പോൾ ആ അനുമതി എത്രത്തോളം നൂലാമാലകളുള്ളതാണെന്ന് ആർഷോ വിശദീകരിച്ചു കഴിഞ്ഞു. അതോടൊപ്പം തന്നെ നിലമ്പൂരുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് സംസ്ഥാന അധ്യക്ഷൻ പറഞ്ഞൊരു കാര്യമുണ്ട്, നിലമ്പൂരിൽ ദൗർബല്യമുണ്ടെന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ ദൗർബല്യമുള്ള ഒരിടത്ത് അങ്ങനെ കാര്യമായ കാര്യങ്ങളൊന്നും പറയാതെ വന്നും പോയി ഒന്ന് ജസ്റ്റ് പോയി വരിക, അത്രേ ഉദ്ദേശിക്കുന്നുള്ളൂ BJP അല്ലേ? രണ്ടാമത്തെ ചോദ്യത്തിന് രണ്ടാമത് മറുപടി പറയാം. ആദ്യം ഹർഷ പറഞ്ഞ കാര്യങ്ങൾക്ക് മറുപടി പറയട്ടെ. പണ്ടത്തെ ഒരു തമാശയുണ്ടല്ലോ, പശുവിനെ പറ്റി 10 കാര്യം പറയാൻ പറഞ്ഞാൽ പശുവിനെ കൊണ്ട് തെങ്ങിൽ കെട്ടിയിട്ട് തെങ്ങിനെ പറ്റി 11 കാര്യം പറയുന്നത്. അതൊരു തമാശയല്ല, അതൊരു രാഷ്ട്രീയ പ്രയോഗമാണെന്ന് എനിക്ക് ഹർഷയുടെ അവതരണം കണ്ടപ്പോഴാണ് മനസ്സിലായത്. അതായത് കേരളം ക്ഷുദ്രജീവി പട്ടികയിൽ പെടുത്തണമെന്ന് ആവശ്യപ്പെട്ടത് പുലിയല്ല, കാട്ടുപന്നിയാണ്. എന്തുകൊണ്ട് കാട്ടുപന്നിയെ പറയുന്ന ക്ഷുദ്രജീവി പട്ടികയിൽ പെടുത്തേണ്ടതില്ല എന്നാണ് ഇന്ന് കേന്ദ്രമന്ത്രി വിശദീകരിച്ചത്. അതുമായി ബന്ധപ്പെട്ടിട്ടാണ് മാധ്യമങ്ങളൊക്കെ വാർത്ത കൊടുത്തത്. അതിനെ ആശ്രയിച്ചുകൊണ്ടാണ് നമ്മൾ ചർച്ച നടത്തുന്നത്. ആ ചർച്ചയിൽ എന്തുകൊണ്ട് ക്ഷുദ്രജീവി പട്ടികയിൽ സെക്ഷൻ 62 പ്രകാരം വെർമിനായിട്ട് കാട്ടുപന്നിയെ പ്രഖ്യാപിക്കേണ്ടതില്ല, അതിൻ്റെ നിയമപരമായിട്ടുള്ള പ്രൊവിഷൻസ് എന്താണെന്നാണ് ഞാൻ വിശദീകരിച്ചത്. ഇതിന് മറുപടിയായിട്ട് ആർഷ പറയുന്നതാവട്ടെ മുഴുവൻ പുലിയുടെ കാര്യവുമാണ് പറയുന്നത്. എന്താണ് അദ്ദേഹത്തിൻ്റെ വാദം? ഈ പുലിയെയും കാട്ടുപന്നിയെ പോലെ ക്ഷുദ്രജീവിയായി പ്രഖ്യാപിക്കണമെന്നാണോ? ഒരു പുലി നാട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ പറയുന്ന മാനദണ്ഡങ്ങളൊന്നും ഇല്ലാതെ നമ്മളിപ്പോൾ കാട്ടുപന്നിയുടെ കാര്യത്തിൽ ചെയ്യുന്നത് പോലെ നിർബാധം വേട്ടയാടാനും കൊന്നുകളയാനും മാംസം വിൽക്കാനുള്ള സാഹചര്യം സൃഷ്ടിക്കണമെന്നാണോ? നമുക്ക് കാട്ടുപന്നി അതിൻ്റെ ഡിസ്പ്രപ്പോർഷനേറ്റ് ആയിട്ട് പെരുകിയിട്ട് മനുഷ്യർക്ക് ബുദ്ധിമുട്ട് സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ജീവിയാണ്. അതല്ല കടുവയുടെ കാര്യം. കടുവ നമ്മുടെ ദേശീയ മൃഗമായതുപോലും അത് എൻഡേഞ്ചേർഡ് ആയതുകൊണ്ട് അതിന് പ്രൊട്ടക്ഷൻ സ്റ്റാറ്റസ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. IUCN റെഡ് ലിസ്റ്റിൽ പെടുന്ന ലോകം മുഴുവൻ എൻഡേഞ്ചേർഡ് ആയിട്ടുള്ളൊരു ജീവിയാണ് കടുവ എന്ന് പറയുന്നത്. ഇന്ത്യയിൽ ഇന്നത്തെ അവസ്ഥ പ്രകാരം 3267 കടുവകൾ മാത്രമേ ആകെ അവശേഷിക്കുന്നുള്ളൂ. അതുകൊണ്ട് കടുവകളെ സംരക്ഷിക്കാൻ വേണ്ടി 53 ടൈഗർ സാങ്ച്വറികൾ നടത്തുന്ന രാജ്യമാണിത്. ആ രാജ്യത്ത് കടുവയെ നമുക്ക് ഈ പറയുന്ന വെർമിൻ ലിസ്റ്റിൽ പെടുത്താൻ പറ്റുമോ? ഈ പറയുന്ന മാനദണ്ഡങ്ങളൊന്നും ഇല്ലാതെ കടുവ വന്നു കഴിഞ്ഞാൽ കാട്ടുപന്നിയെ വെടിവെക്കുന്നത് പോലെ എല്ലാവർക്കും വെടിവെക്കാനുള്ള അനുമതി കൊടുക്കാൻ പറ്റുമോ? കടുവയെയും ഈ പറയുന്ന ക്ഷുദ്രജീവിയെ പ്രഖ്യാപിക്കണമെന്നാണോ അദ്ദേഹത്തിൻ്റെ വാദം? കാട്ടുപന്നിയാണെങ്കിൽ കാട്ടുപന്നി അങ്ങനെ പ്രഖ്യാപിക്കേണ്ട ആവശ്യമില്ല. അതിനിവിടെ സംസ്ഥാന സർക്കാരിൻ്റെ ഉത്തരവുണ്ട്, ഹൈക്കോടതിയുടെ വിധിയുണ്ട്, നിയമത്തിലെ പ്രൊവിഷൻ ഉണ്ട്. ഈ പ്രൊവിഷനൊക്കെ പറഞ്ഞ് ഞാൻ വിശദീകരിച്ചതിന് ശേഷവും അദ്ദേഹം ഈ പറഞ്ഞത് എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. ഇനി രണ്ടാമത്തെ നിങ്ങളുടെ ഒരു വിഷയം കൂടി ഞാൻ പറയട്ടെ. ഈ പറയുന്ന ലീതൽ മെത്തേഡ്സ് അല്ലാണ്ട് നോൺ ലീതൽ മെത്തേഡ്സിനെ പറ്റിയിട്ടും ഈ നിയമം പറയുന്നുണ്ടല്ലോ. ഒരു ജീവിയെ കൊണ്ട് ഉപദ്രവം ഉണ്ടാവുന്നുണ്ടെങ്കിൽ ആ ജീവിയെ പ്രതിരോധിക്കാൻ കൊല്ലുകയല്ലാതെ ചെയ്യാവുന്ന മാർഗ്ഗങ്ങൾ, ഇപ്പോൾ ഉദാഹരണത്തിന് ഇലക്ട്രിക് ഫെൻസിങ്ങിനെ പറ്റി പറയുന്നുണ്ട്, സൗണ്ട് ക്രാക്കേഴ്സിനെ പറ്റി പറയുന്നുണ്ട്, പടക്കങ്ങൾ പൊട്ടിക്കുന്നതിനെ പറ്റി പറയുന്നുണ്ട്. ഇവിടെ കേന്ദ്ര സർക്കാർ ആ കാര്യത്തിൽ കൊടുത്തിട്ടുള്ള ഫണ്ടുകൾ എങ്ങനെയാണ് ഇവർ വിനിയോഗിച്ചതെന്ന് ശ്രീമതി സ്മൃതി ഒരു ചോദ്യം ചോദിച്ചിരുന്നു. അദ്ദേഹം പറഞ്ഞത് ഫണ്ടുകൾ തരുന്നേ ഇല്ല എന്നുള്ളതാണ്. ഞാൻ ഒരൊറ്റ കാര്യം മാത്രം പറയാം എൻ്റെ പരിമിതമായിട്ടുള്ള സമയത്തിൽ. അതായത് പ്രോജക്റ്റ് എലിഫന്റ് പ്രകാരം ആന ഇറങ്ങുന്ന മാർഗ്ഗങ്ങളിൽ ഇലക്ട്രിഫിക്കേഷൻ്റെ മുഴുവൻ ചെലവ് വഹിക്കുന്ന കേന്ദ്ര സർക്കാരാണ്. പ്രോജക്റ്റ് ടൈഗർ പ്രകാരം കടുവ ഇറങ്ങുന്ന മേഖലകളിലെ ഇലക്ട്രിക് ഫെൻസിങ്ങിൻ്റെ മുഴുവൻ ചെലവും വഹിക്കുന്നത് കേന്ദ്ര സർക്കാരാണ്. ക്യാമ്പ പ്രോജക്റ്റ് പ്രകാരം ഇലക്ട്രിക് ഫെൻസിൻ്റെ 60% കേന്ദ്രം വഹിക്കുന്ന പദ്ധതിയുണ്ട്. ഈ പദ്ധതി പ്രകാരം കഴിഞ്ഞ വർഷങ്ങളിൽ തന്നിട്ടുള്ള ഫണ്ടും ഉപയോഗിച്ച ഫണ്ടും മാത്രം 3 വർഷങ്ങളിലെ മാത്രം പറയാം. 2021-22 16.8 കോടി രൂപ ഇലക്ട്രിക് ഫെൻസിങ്ങിന് വേണ്ടി തന്നു കേന്ദ്രം. 16 കോടി മാത്രമാണ് സംസ്ഥാനം ഉപയോഗിച്ചത്. പകുതി ഫണ്ട് ലാപ്സായി പോയി. 2022-23 കാലഘട്ടത്തിൽ 8.50 കോടി രൂപ കേന്ദ്ര സർക്കാർ സംസ്ഥാനത്തിന് വിതരണം ചെയ്തു. 5.72 കോടി രൂപ മാത്രമാണ് ഉപയോഗിച്ചത്. ബാക്കി പൈസ ഉപയോഗിക്കാതെ പോയി. 2023-24 5 കോടി രൂപ വിതരണം ചെയ്തു. 2.41 കോടി രൂപ മാത്രമാണ് ഉപയോഗിച്ചത്. എനിക്ക് അഷ്റഫിലേക്ക് കൂടി പോകേണ്ടതുകൊണ്ടാണ് ഈ നിങ്ങളുടെ പാർട്ടിയുടെ ദൗർബല്യത്തെ കുറിച്ച് കൂടി ഒരു വരി പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അഷ്റഫിലേക്ക് പോവാം. ശരി, യാതൊരു ദൗർബല്യവും ഇല്ല. അവിടെ രാജീവ് ചന്ദ്രശേഖരൻ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയാണ് തെരഞ്ഞെടുപ്പ് കൺവെൻഷനിൽ വന്നത്. തെരഞ്ഞെടുപ്പ് കൺവെൻഷനിൽ ശ്രീ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയാണ് വന്നത്. ഈ ദിവസങ്ങളിൽ ഇപ്പോൾ ഇന്ന് അവിടെ ശ്രീ K സുരേന്ദ്രൻ ഉണ്ട്, നാളെ V മുരളീധരൻ വരുന്നുണ്ട്, ജോർജ് കുര്യൻ വരുന്നുണ്ട്, പത്മജ വേണുഗോപാൽ, അനൂപ് ആന്റണി, അങ്ങനെ സംസ്ഥാന നേതാക്കളല്ല. നിലമ്പൂരിൽ ദൗർബല്യമുണ്ട്, അത് അംഗീകരിക്കുന്നു എന്ന് പറഞ്ഞിരിക്കുന്ന BJP സംസ്ഥാന പ്രസിഡന്റാണ്. അതുകൊണ്ടാണ് ഞാനത് ചോദിച്ചത്. വരുന്ന നേതാക്കളുടെ പേരും എണ്ണവും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. എത്രത്തോളം ആത്മവിശ്വാസം ഉണ്ട് എന്നുള്ള കാര്യമാണല്ലോ. ആത്മവിശ്വാസം സംസ്ഥാന അധ്യക്ഷൻ പറഞ്ഞു കഴിഞ്ഞു. അതിനിടയ്ക്ക് നിങ്ങൾക്ക് ഒത്തുകളിയുണ്ട് എന്നൊരു ആരോപണം അപ്പുറത്ത് ഉയരുന്നുണ്ട്. അത് K മുരളീധരൻ പറയുന്നു. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.